നമസ്കാരം. നമ്മുടെ തലച്ചോറ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അതൊരു സിംഗിൾ യൂണിറ്റ് ആണെന്നല്ലേ? പക്ഷേ സത്യം അതല്ല കേട്ടോ. നമ്മുടെ തലയ്ക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത പേഴ്സണാലിറ്റികൾ, അതെ, രണ്ട് ലോകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ രണ്ട് ലോകങ്ങളിലേക്കും ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ആരാണ് താമസിക്കുന്നത്? ആരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? കേൾക്കുമ്പോൾ ഒരുമാതിരി ചോദ്യം പോലെ തോന്നാമല്ലേ? പക്ഷേ ഈ ഒരു ചെറിയ വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനൊരു കിടിലൻ ഉത്തരം കിട്ടിയെന്നിരിക്കും. ശരി, അപ്പോൾ നമുക്കിങ്ങ് യാത്ര തുടങ്ങിയാലോ? ഇത് വെറുമൊരു യാത്രയല്ല, നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഒരു വലിയ നിഗൂഢമായൊരു ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള ഒരു ടൂറാണ്. അപ്പോൾ റെഡിയല്ലേ? അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കയറുകയാണ്. ഇവിടെ നോക്കൂ, രണ്ട് പ്രീമിയം ഓഫീസുകൾ കാണുന്നില്ലേ? അടുത്തടുത്ത് തന്നെ. പക്ഷേ ഇവിടെ വർക്കിംഗ് സ്റ്റൈലുണ്ടല്ലോ, ആനയും ആടും പോലുള്ള വ്യത്യാസമാണ്. ഈ രണ്ട് ഓഫീസുകളും കൂടി ചേർന്നിട്ടാണ് ഓരോ നിമിഷവും നിങ്ങൾ കാണുന്ന, അനുഭവിക്കുന്ന ഈ ലോകം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് നോക്കിയേ, ഇടതുവശത്തെ ഓഫീസ്, അവിടെ എല്ലാം കണക്കാണ്. യുക്തി, വിശകലനം, ഓർഡർ എല്ലാം പക്ക. പക്ഷേ വലതുവശത്തോ? അവിടെ ഭാവനയാണ്, ഫീലിംഗ്സാണ്, മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ്. അതായത് ഒരാൾ കാര്യങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു പരിശോധിക്കുമ്പോൾ മറ്റേയാൾ എല്ലാത്തിനെയും ഒന്നായിട്ട് ഒരു വലിയ ചിത്രമായിട്ട് കാണുന്നു. ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ? ശരി, നമുക്കാദ്യം ഈ ഇടത്തെ ഓഫീസിലോട്ടൊന്ന് കയറി നോക്കാം. ഇതിന് നമുക്കൊരു പേരിടാം. എന്താ? ഡിജിറ്റൽ ആർക്കൈവിസ്റ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. കിട്ടുന്ന ഓരോ വിവരവും തരംതിരിച്ച് ലേബലൊട്ടിച്ച് കൃത്യമായി ഫയൽ ചെയ്ത് വയ്ക്കും. ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അപ്പോൾ ഈ ആർക്കൈവിസ്റ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നറിയോ? വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങളൊരു വാചകം കേൾക്കുകയാണെങ്കിൽ ഉടനെ അതിലെ ഗ്രാമർ ചെക്ക് ചെയ്യും. നിങ്ങളൊരു മരം കണ്ടാലോ, ചിലപ്പോൾ അതിലെ ഇലകൾ എണ്ണം തുടങ്ങും, 1, 2, 3 എന്ന്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ കണക്കുകളും വാക്കുകളുമാക്കി മാറ്റുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ. അതാണ് സംഭവം. ഇനി സമയത്തിന്റെ കാര്യം. ഈ ഓഫീസിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതാണ്. ക്ലോക്കിലെ ഓരോ സെക്കൻഡും ടിക് ടിക് എന്ന് പോകുന്ന ബോധം തരുന്നത് ഇയാളാണ്. നമ്മുടെ ജീവിതം ഒരു കഥ പോലെയില്ലേ? ഇന്നലെ, ഇന്ന്, നാളെ. ഈ കഥയെ ഒരു ഓർഡറിൽ എഴുതി വെക്കുന്നത് ഈ ഡിജിറ്റൽ ആർക്കിവിസ്റ്റാണ്. ഭൂതകാലം, വർത്തമാനം, ഭാവി, ഈ ചിന്തകളെല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ആർക്കൈവിസ്റ്റിനെ കണ്ടു. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഓഫീസിലേക്ക് പോകാം. അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ലോകം വേറെയാണ്. റൂൾസൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതൊരു VFX സ്റ്റുഡിയോ ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ വാക്കുകൾക്കും കണക്കുകൾക്കുമല്ല പ്രാധാന്യം, മറിച്ച് അനുഭവങ്ങൾക്കാണ്. ഇപ്പം നോക്കൂ, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ കണ്ണ് വേറെ, മൂക്ക് വേറെ, ചെവി വേറെ എന്നാണോ നോക്കുന്നത്? അല്ലല്ലോ, ഒറ്റ നോട്ടത്തിൽ ആളെ മൊത്തത്തിലങ്ങ് തിരിച്ചറിയും. അതൊരു പാറ്റേൺ ആയിട്ട്. അതാണ് ഈ VFX സ്റ്റുഡിയോയുടെ പണി. ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണത്തിൻ്റെ മണം വരുമ്പോൾ, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതായത് ലോകത്തെ ഇവിടെ കാണുന്നത് കഷ്ണങ്ങളായിട്ടല്ല, മറിച്ചൊരൊറ്റ വലിയ അനുഭവമായിട്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഓഫീസിന് സമയത്തെക്കുറിച്ച് യാതൊരു ടെൻഷനുമില്ല. ഇന്നലെ കഴിഞ്ഞു, നാളെ വരാനിരിക്കുന്നു, അതൊന്നും ഒരു വിഷയമല്ല. ഈ നിമിഷം, പ്രസന്റ് മൊമെന്റ്, അതിൽ ജീവിക്കുക, അത് അനുഭവിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു പാട്ട് കേട്ട് അതിലങ്ങ് ലയിച്ചു പോവില്ലേ? അല്ലെങ്കിൽ നല്ലൊരു സൂര്യാസ്തമയം കണ്ട് ചുറ്റുമുള്ളതൊക്കെ മറന്നു നിൽക്കില്ലേ? ആ ഒരു ഫീലിംഗ്, അതാണ് ഈ ഓഫീസിന്റെ ലോകം. അപ്പോൾ ഈ രണ്ട് ഓഫീസുകളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തിയാലോ? ഒരു ലൈവ് ടെസ്റ്റ്. ഒരേ സാഹചര്യം കൊടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. സങ്കൽപ്പിക്കുക, നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു കാട്ടിൽ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇടത് ഓഫീസ് നമ്മുടെ ആർക്കൈവിസ്റ്റ് എന്തു ചെയ്യും? പുള്ളി ഉടനെ പണിയിലേർപ്പെടും. ഓക്കെ, ഇവിടെ 10 മരങ്ങളുണ്ട്, അതിൽ 5 തേക്കാണ്. അങ്ങനെ കണക്കെടുപ്പ് തുടങ്ങും. വിവരങ്ങളെ തരംതിരിക്കലാണ് പുള്ളിയുടെ മെയിൻ. എന്നാൽ അതേസമയം വലതുവശത്തെ ഓഫീസ്, നമ്മുടെ VFX സ്റ്റുഡിയോ, എന്താവും ചിന്തിക്കുന്നത്? വാവ്, എന്ത് നല്ല ശാന്തമായ സ്ഥലം, ഈ ഇലകളുടെ പച്ചപ്പ്. ആ മൊത്തത്തിലുള്ള അനുഭൂതിയെ തിരിച്ചറിയുകയാണ് അവിടെ നടക്കുന്നത്. കണ്ടോ വ്യത്യാസം? ഒരാൾ ഡേറ്റ എടുക്കുന്നു, മറ്റൊരാൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വ്യത്യാസമുള്ള ഇവർ രണ്ടുപേരും എപ്പോഴും അടിയും പിടിയുമായിരിക്കില്ലേ? പക്ഷേ അല്ല. എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു പോകുന്നത്? അതാണ് നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ മാജിക്. അവർക്കിടയിൽ നമുക്ക് കാണാൻ പറ്റാത്ത, പക്ഷേ ഭയങ്കര ശക്തമായ ഒരു പാർട്ട്ണർഷിപ്പുണ്ട്. ഇനി കേട്ടോളൂ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ വലതുവശത്തെ VFX സ്റ്റുഡിയോയ്ക്ക് സംസാരിക്കാനറിയില്ല. അതെ, സംസാരം, ഭാഷ, വാക്കുകൾ, ഇതൊക്കെ ഇടതുവശത്തുള്ള ആർക്കൈവിസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വലതുവശം എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? ചിത്രങ്ങളിലൂടെ, ഫീലിംഗ്സിലൂടെ, മ്യൂസിക്കിലൂടെ.
അതുകൊണ്ടാണിതിനെ ഒരു സൈലന്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റിയും ഭാവനയുമൊക്കെ വാക്കുകളില്ലാതെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നിശബ്ദനായ പങ്കാളിയാണ്. ഇവരുടെ ഈ കൂട്ടുകെട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണണോ? നമ്മൾ വഴി കണ്ടുപിടിക്കുന്നത് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ ഏകദേശം ഈ ഏരിയയിലാണ് എന്നൊരു സ്പേഷ്യൽ സെൻസ്, ഒരു പൊതുവായ ധാരണ തരുന്നത് വലതുവശമാണ്. പക്ഷെ വഴിയിലെ സൈൻ ബോർഡുകളൊക്കെ വായിച്ച് ഇനി ഇടത്തോട്ട് തിരിയണം എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നത് ഇടതുവശമാണ്. കണ്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വഴി തെറ്റാതെ ലക്ഷ്യത്തിലെത്തുന്നത്. ഇവരുടെ ഈ കമ്മ്യൂണിക്കേഷന്റെ സ്പീഡ് എത്രയാണെന്നറിയാമോ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓരോ സെക്കൻഡിലും, ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോ സെക്കൻഡിലും 100 കോടിയിലധികം ഇൻഫർമേഷനാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരേ സമയം ഡയലോഗുകൾ കേട്ട് കഥ മനസ്സിലാക്കാനും അത് ഇടതുവശം, അതേസമയം ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആസ്വദിക്കാനും അത് വലതുവശം പറ്റുന്നത്. ഈ ഒരു ടീം വർക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്ര ബോറിംഗ് ആയിപ്പോയേനെ അല്ലേ? അപ്പോ നമ്മുടെ തലച്ചോറിനുള്ളിലെ ഈ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ഒരൊറ്റ ലോകമല്ല അല്ലേ? പകരം പരസ്പരം താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന 2 അടിപൊളി ലോകങ്ങളെയാണ്. ഒരാൾക്ക് പ്രിയം വസ്തുതകളോടാണ്, മറ്റൊരാൾക്ക് അനുഭവങ്ങളോടും. ഇതിനെ നമുക്ക് സിമ്പിളായി ഇങ്ങനെ പറയാം. നമ്മുടെ ഉള്ളിൽ ഒരേ സമയം ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറും ഒരു സിനിമാ പ്രൊജക്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ലോകത്തെ അനലൈസ് ചെയ്ത് നമുക്ക് ഫാക്സ് തരുന്നു. പ്രൊജക്ടറോ ആ ഫാക്സിനൊക്കെ നിറവും ജീവനും കൊടുത്ത് അതിനൊരു സിനിമ പോലെ മനോഹരമായ അനുഭവമാക്കി മാറ്റുന്നു. ഒന്ന് അറിവാണെങ്കിൽ മറ്റേത് ജ്ഞാനമാണ്. രണ്ടും വേണം. അപ്പോ പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഇന്ന് നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ഏത് ഓഫീസിലാണ് ഇന്ന് കൂടുതൽ തിരക്ക്? നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഡിജിറ്റൽ ആർക്കൈവിസ്റ്റിന്റെ യുക്തിയായിരുന്നോ, അതോ VFX സ്റ്റുഡിയോയുടെ ആ ഒരു ഫീലിംഗ് ആയിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തരം ചിലപ്പോൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം.